പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പ് കാലത്ത് അനേകം മക്കൾ ത്യാഗപൂർവമായ തീർത്ഥാടനങ്ങൾ അനുഷ്ഠിക്കുകയാണ്. പലരും നഗ്നപാതരായി ദീർഘദൂര യാത്രകൾ നടത്തിക്കൊണ്ട് കുരിശുമല കയറുന്നു. ചിലർ തന്നേക്കാൾ ഭാരമുള്ള കുരിശൊക്കെ ചുമന്നുകൊണ്ട് വഴിനീളെ നടക്കുന്നതും നമ്മൾ കാണുകയാണ്. ഭാരമേറിയ കുരിശ് ചുമന്നു കൊണ്ടുപോകുമ്പോൾ അതിനിടയിൽ ചക്രമൊക്കെ ഘടിപ്പിച്ച് യാത്ര എളുപ്പമാക്കിക്കൊണ്ടും പോകുന്നവരെ കാണാം. അങ്ങനെ ത്യാഗപൂർവമായ അനുഷ്ഠാനം നടത്തിക്കൊണ്ട് പലരും വലിയൊരു കുരിശ് അനേകം പേർ യുവാക്കൾ ചേർന്നുകൊണ്ട് ചുമന്നുകൊണ്ട് കുരിശുമലയുടെ മുകളിലോട്ട് കൊണ്ടുപോകുന്നതും നമ്മൾ കാണുകയാണ്. ഇങ്ങനെയുള്ള ത്യാഗപൂർവമായ ഈ പ്രവൃത്തികളിലൂടെ നാം കടന്നു പോകുമ്പോൾ അത് നമ്മെ പഠിപ്പിക്കുന്ന ചില പ്രബോധനങ്ങളും പാഠങ്ങളും അറിഞ്ഞില്ലെങ്കിൽ ഇവ തെറ്റായ രീതിയിലേക്കുള്ള വഴി തെറ്റിയ ഭക്തിയായി മാറാനുള്ള സാധ്യതയുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുക. ആദ്യം തന്നെ പറയട്ടെ, ഇപ്രകാരം ശരീരത്തെ സ്വയം പീഡിപ്പിച്ചുകൊണ്ട് ത്യാഗപൂർവമായ ഈ ഒരു പ്രവൃത്തിയിലൂടെ നമുക്ക് പ്രത്യേക അനുഗ്രഹം ലഭിക്കുമോ? തീർച്ചയായും പറയട്ടെ, പ്രത്യേക നിയോഗങ്ങൾ നടക്കാൻ വേണ്ടി ഇപ്രകാരം ചെയ്യാമെന്ന് കരുതുകയാണെങ്കിൽ നമ്മൾ ക്രൈസ്തവ ദർശനത്തിന് പുറത്താണ്. ക്രൈസ്തവ ദർശനം അങ്ങനൊരു വീക്ഷണകോണിലുള്ളതല്ല. നമ്മുടെ ത്യാഗപ്രവൃത്തി വഴി നമുക്ക് എന്തോ ഒന്ന് നേടാൻ സാധിക്കും, നമുക്ക് രക്ഷ നേടാൻ സാധിക്കും, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ വിശുദ്ധരാകും എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അപ്രകാരം ഒരു പ്രബോധനം ക്രൈസ്തവ ദർശനത്തിന് ഇല്ല. മറിച്ച് ക്രിസ്തുവിന്റെ കുരിശുമരണത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് സഹനം സ്വീകരിക്കുക എന്നുള്ള വലിയൊരു മനോഭാവത്തോടെ ത്യാഗപ്രവൃത്തികളും പരിത്യാഗ പ്രവൃത്തികളും ചെയ്യുന്നത് ശ്രേഷ്ഠമായ വസ്തുത തന്നെയാണ്. അത് ക്രിസ്തുവിന്റെ കുരിശുമരണത്തോട് ഐക്യപ്പെടുന്ന നമ്മുടെ കടമയുടെ ദൗത്യത്തിന്റെ ഒരു ഭാഗമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. അതല്ലാതെ എൻ്റെ ഒരു പ്രത്യേക നിയോഗം നടക്കുന്നതിന് വേണ്ടിയോ ഞാൻ മറ്റുള്ളവരൊക്കെ ശ്രേഷ്ഠനായി പരിഗണിക്കപ്പെടണമെന്നുള്ള ആഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്തു പോയ പാപങ്ങൾ കഴുകിക്കളയാൻ വേണ്ടിയോ ഞാൻ ചെയ്യുന്ന ഏതൊരു ത്യാഗപ്രവൃത്തിയും അത് അതിൽ തന്നെ നിരർത്ഥകമാണ് എന്നുള്ള വസ്തുത ഇപ്രകാരം പരിത്യാഗം ചെയ്യുന്ന വ്യക്തികൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം എന്താണ്? ചിലർ കരുതുന്നത് അതുവരെ ജീവിക്കുന്ന ജീവിതം എന്തു വലിയ പാവമായ ജീവിതമാണെങ്കിലും ഞാൻ ഇങ്ങനൊരു കുരിശും എടുത്തുകൊണ്ട് ഇങ്ങനൊരു കുരിശും കൂടി കയറിക്കഴിഞ്ഞാൽ എൻ്റെ ആ വർഷത്തെ പാവമെല്ലാം നീങ്ങിപ്പോകും എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പരിത്യാഗ പ്രവൃത്തികൾ ഇടവകയിൽ ചെയ്യുന്നത് ഞാനാണ്, അതുകൊണ്ട് എൻ്റെ പാപം കർത്താവ് ക്ഷമിക്കും, ഇവരാരും ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ധരിക്കുകയാണെങ്കിൽ നമ്മൾ ക്രൈസ്തവ ദർശന പ്രകാരം വിഡ്ഢികളാണ്. കാരണം യേശു ക്രിസ്തുവിന്റെ കുരിശു മരണത്തിലൂടെ അല്ലാതെ നമ്മുടെ വിശുദ്ധ കുംഭസാരത്തിലൂടെ അല്ലാതെ ഒരു പാപമോചനവും നമുക്ക് ലഭ്യമല്ല. മറ്റു മതങ്ങളിലെല്ലാം ഇപ്രകാരമുള്ള പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യുന്നത് അവർ അവരുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ അവരുടെ ദേവനെ പ്രസാദിപ്പിക്കുവാനോ അതുമല്ലെങ്കിൽ അവരുടെ ചര്യയുടെ ഭാഗമായോ ഒക്കെ ആയിരിക്കാം. എന്നാൽ ക്രൈസ്തവ ദർശന പ്രകാരം നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമല്ല നമുക്ക് ലഭിക്കുന്ന രക്ഷ എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ ബ്രദറെ പെസഹായുടെ ബുധനാഴ്ച രാത്രി എൻ്റെ നാട്ടിൽ നിന്ന് നഗ്നപാതനായി നടക്കും, അങ്ങനെ നടന്ന് ഞാൻ കുരിശുമുടിയുടെ മുകളിലോട്ട് ചെല്ലും, അവിടെ ചെല്ലുമ്പോഴേക്കും എൻ്റെ 2 തുടയും ഉറഞ്ഞ് പൊട്ടി ചോര ഒലിക്കും, അതുപോലെ ചിലപ്പോൾ മുട്ടുമേലെ ഇഴഞ്ഞ് നടക്കും, അപ്പം എൻ്റെ മുട്ട് പൊട്ടി ചോര ഒലിക്കും, നഗ്നപാതനായി നടക്കുമ്പോൾ കാലിനടിയിലൊക്കെ മുറിവുകൾ ഉണ്ടാകും. അങ്ങനെ പരിത്യാഗം ചെയ്തുകൊണ്ടാണ് ഞാൻ കുരിശുമുട്ടി കയറുന്നത്. അപ്പോൾ ഞാൻ ആ സഹോദരൻ ചോദിച്ചു, സഹോദരൻ പെസഹ ബുധനാഴ്ച വൈകുന്നേരം യാത്ര പോകുമ്പോൾ പിറ്റേ ദിവസം പെസഹ വ്യാഴാഴ്ച വിശുദ്ധ കുർബാനയ്ക്കായി ഏതെങ്കിലും ദേവാലയത്തിൽ പ്രവേശിക്കാറുണ്ടോ? ഇല്ല ബ്രദറെ, കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ദുഃഖവെള്ളിയാഴ്ച കുരിശുമുടിയിൽ എത്താൻ സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകാറില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ തിരുത്തി. ഇവിടെ മകനെ, പെസഹ വ്യാഴാഴ്ച വിശുദ്ധ കുർബാന ഇല്ലാതെ ഒരു കുരിശുമുടി കയറ്റവും ഒരു ക്രിസ്ത്യ
വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ തിരുസഭയുടെ 5 പ്രമാണങ്ങൾ ഒന്ന് ലംഘിച്ച് പെസഹകാലത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്നുള്ള 5 പ്രമാണങ്ങൾ ഒന്ന് ലംഘിച്ച് ഈ കുരിശുമുടിയുടെ മുകളിലോട്ട് പരിത്യാഗം ചെയ്യാൻ കർത്താവ് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? പെസഹായിൽ വിശുദ്ധ കുർബാനയെ അനുസ്മരിക്കണം, അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ചു നൽകുമ്പോൾ ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന് യേശു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു അനുസ്മരണം, അതായത് കുരിശുമുടി കാരണമെന്നുള്ള അനുസ്മരണം ഈശോ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ പരിത്യാഗ പ്രവൃത്തികളല്ല, മറിച്ച് ക്രിസ്തുവിന്റെ കുരിശുമരണമാണ് നമ്മുടെ രക്ഷയ്ക്ക് ആധാരമെന്നുള്ള പ്രഥമമായ വസ്തുത മനസ്സിലാക്കാതെ കുരിശുമല കയറി വന്നിട്ട് തിരികെ ഈസ്റ്ററിനെ വീണ്ടും തന്റെ പഴയ പാപജീവിതം പുനരാരംഭിക്കാമെന്നാണ് കൂട്ടർ വിചാരിക്കുന്നതെങ്കിൽ തെറ്റിപ്പോയി. നമ്മൾ മനസ്സിലാക്കണം, ഇത് ഞാൻ പറയുന്നത് കുരിശുമല കയറണ്ടെന്നോ പരിത്യാഗ പ്രവൃത്തി അനുഷ്ഠിക്കേണ്ട എന്നോ അല്ല. നമ്മളതിന് മുമ്പ് പറഞ്ഞല്ലോ, യേശു ക്രിസ്തുവിന്റെ കുരിശുമലയിൽ ഐക്യപ്പെട്ടുകൊണ്ട് പരിത്യാഗ പ്രവൃത്തികൾ ചെയ്തത് ഉചിതമാണ്. തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് തീർത്ഥാടനത്തിന് പോകുമ്പോൾ അത് നമ്മുടെ വലിയ മേന്മയായോ അഹംഭാവമായോ കരുതുകയല്ല, മറിച്ച് സഭയാകുന്ന തീർത്ഥാടനത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം, ഈ ഭൂമിയിലുള്ള ജീവിതം ഇവിടെ നിന്ന് കടന്നുപോയി സ്വർഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള തീർത്ഥാടന സമൂഹമാണ് സഭ എന്നൊരു അടിസ്ഥാന സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു തീർത്ഥാടനമായിരിക്കണം നമ്മുടെ തീർത്ഥാടനങ്ങൾ. അതിനു വേണ്ടിയാണ് നമ്മൾ കുരിശുമല കയറുന്നതും വിശുദ്ധനാട് സന്ദർശനവും തീർത്ഥാടനങ്ങളിലെല്ലാം പോകുന്നത്. അത് മനസ്സിലാക്കാതെ മറ്റെന്തോ ഒരു മേന്മയായി കുംഭസാരത്തിനേക്കാളും വിശുദ്ധ കുർബാനയേക്കാളും പകരം വയ്ക്കാവുന്ന ഏതോ ഒരു പരിത്യാഗ പ്രവൃത്തിയായി മാറ്റുന്നത് ക്രൈസ്തവ ദർശന പ്രകാരം നിരർത്ഥകമാണ്. വ്യക്തമായ ബോധ്യത്തോടെ വ്യക്തമായ രീതിയിൽ പരിത്യാഗ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ക്രിസ്തുവിന്റെ സഹനത്തോട് പങ്കുചേർന്നുകൊണ്ട് തന്നെ ആത്മീയമായ ജീവിതം ഭക്തി അഭ്യാസത്തെക്കാൾ ഉപരി വിശുദ്ധമായ രീതിയിൽ അനുഷ്ഠിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.